അതിരുകളില്ലാതരുവികളായി വന്നൊഴുകാം വലിയൊരു പുഴയാകാം. കഥകൾ പറഞ്ഞും കരളു പകുത്തും തമ്മിൽ തണലായി മാറിടാം, തമ്മിൽ തണലായി മാറിടാം. എന്നിടം എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ബോധവൽക്കരണ ക്ലാസും പ്രതിഭാസംഗമവും പുനലൂർ ഗ്രേസിംഗ് ബ്ലോക്ക് വാർഡ് പയ്യംകുന്നിൽ സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങ് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമുക്ക് ടീച്ചർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അതുപോലെ നമുക്ക് വേണ്ടി ഇവിടെ നയിക്കപ്പെട്ടത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മീഡിയയിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കുടുംബശ്രീയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് കുടുംബശ്രീക്ക് ചെയ്യുവാൻ കഴിയുന്നു. നമ്മൾ കുടുംബശ്രീ സംവിധാനത്തിൽ ചെറിയ സമ്പാദ്യങ്ങൾ ഇട്ടുകൊണ്ട് നമ്മുടെ ആന്തരിക വായ്പയും ലിങ്കേജ് ലോണും ഒന്നും എടുത്തു പോകുന്നത് മാത്രമല്ല കുടുംബശ്രീ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ സമൂഹത്തിനൊരു മാതൃക ആയി പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റ് സാംസ്കാരിക സംഘടനകൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് കുടുംബശ്രീ സംവിധാനം. ഒരുപക്ഷെ കുടുംബശ്രീ സംവിധാനത്തിലൂടെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള വനിതകളെല്ലാം ഈ സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങി വരുവാൻ കാരണമായത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ കുടുംബശ്രീ സംവിധാനത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇപ്പം കുടുംബശ്രീയിൽ ഇല്ലാത്ത അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതീ യുവാക്കളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഓക്സിലറി ഗ്രൂപ്പ് എന്നൊരു സംവിധാനത്തിലൂടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ പ്രായമായി നിൽക്കുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വയോജന അയൽക്കൂട്ടങ്ങൾ ഫോം ചെയ്തുകൊണ്ട് ആ അയൽക്കൂട്ടങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം പരസ്പരം സംസാരിക്കുന്നതിന് വേണ്ട അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും യുവജനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ബാലസഭ അടക്കമുള്ള കാര്യങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ്, അതുപോലെ കുടുംബശ്രീ ഗ്രൂപ്പ്, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വയോജന അയൽക്കൂട്ടം, അങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളിലും ഉള്ളവരെ കണക്കിലെടുത്തുകൊണ്ടുള്ള സംവിധാനത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇന്നിവിടെ ഒത്തുചേർന്ന് നമ്മുടെ പരസ്പരമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ കൊണ്ട് കഴിയുന്നത്. ഈ വർഷം SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികളെയാണ് മൊമന്റോ നൽകി അനുമോദിച്ചത്. വാർഡ് കൗൺസിലർ D ദിനേശൻ അധ്യക്ഷത വഹിച്ചു. 2 വയോജന അയൽക്കൂട്ടങ്ങളാണുള്ളത്. ആ വയോജന അയൽക്കൂട്ടത്തിലെ മെമ്പർമാർ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണെങ്കിൽ പോലും അവരെല്ലാം കൃത്യമായിട്ടും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പങ്കെടുത്ത എല്ലാ വയോജന അയൽക്കൂട്ട അംഗങ്ങളെയും ഈ അവസരത്തിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഗ്രേസിംഗ് ബ്ലോക്കിൻ്റെ അഭിമാന താരങ്ങളായി മാറിയിട്ടുള്ള എല്ലാവർക്കും നല്ല വിജയമാണ് കരസ്ഥമാക്കിയതെങ്കിലും എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കുക എന്നുള്ള അപ്പോൾ തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് +2 ഹ്യൂമാനിറ്റീസിൽ അതെടുത്ത് പറയണം. കാരണം സയൻസ് വിഷയങ്ങൾക്കെല്ലാം ഒരു പക്ഷേ ഫുൾ A+ കിട്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഹ്യൂമാനിറ്റീസിൽ 4 വിഷയങ്ങൾക്ക് 200-ൽ 200 മാർക്കും കരസ്ഥമാക്കി 1200-ൽ 1187 മാർക്ക് കരസ്ഥമാക്കിയ നമ്മുടെ ADSന്റെ ചെയർപേഴ്സന്റെ ADS ഷാമില സ്വാഗതം പറഞ്ഞു. സൈക്കോളജിസ്റ്റും അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് അധ്യാപികയുമായ സൗമ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അതായത് ഒരു നിമിഷം നമ്മൾ പെട്ടെന്ന് സൂയിസൈഡ്, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കും? ഇന്നലെ ഞാൻ കണ്ടായിരുന്നല്ലോ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ചിന്തിക്കും. പക്ഷെ അവർ ഏതൊക്കെ രീതിയിലൂടെയാണ് ഒരു വീട്ടിൽ കടന്നു പോകുന്നതെന്നുള്ളത് നമുക്കില്ല. പലരും ഇത് തുറന്ന് പറയത്തില്ല, പറയാനൊരു അവസരങ്ങളില്ല. വീട്ടിലെ ജോലി ഒതുക്കുന്നു, കുറച്ചു നേരം സീരിയലിന്റെ മുന്നിൽ ഇരിക്കുന്നു, അപ്പോൾ അതിനിടയ്ക്ക് വീട്ടിലെ പ്രശ്നങ്ങളും, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേക്കുന്നു.
അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വളരെ റെയറായി മാത്രമേ ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് പോകാറുള്ളൂ. എന്തുകൊണ്ടാണ്? അവരെപ്പോഴും ഒരു ഗ്രൂപ്പായി നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവർക്കൊരു ലെഷർ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരൊരു വിശ്രമ സമയം കിട്ടുമ്പോൾ ഞാൻ കണ്ടുണ്ട് ചാക്ക് വിരിച്ചിട്ട് തെറ്റും മാറ്റും കിടന്നിട്ട് ഏറ്റവും അടുപ്പമുള്ള രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് അവർ സംസാരിക്കുന്ന മുഴുവൻ? അവരുടെ പ്രശ്നങ്ങളാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഈ സമൂഹം ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇതായിട്ടാണ് വളർത്തുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനസ്, CDS, ADS പ്രവർത്തകർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാ